ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണത്തിൽ പലവിധ സംശയങ്ങളും പലവിധ ആശങ്കകളൊക്കെ പുറത്ത് പ്രതിപക്ഷമടക്കം പ്രകടിപ്പിച്ചപ്പോഴും ഹൈക്കോടതി ഇന്നലെയും ആവർത്തിച്ച് പറഞ്ഞത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ കേസ് അന്വേഷണത്തിന് ആശങ്കയുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നമുക്കറിയാം, ഇക്കഴിഞ്ഞ ഒക്ടോബർ 17-ാം തീയതിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളം അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കൊള്ളയിൽ ആദ്യ പ്രതിയായി എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ദേവസ്വം വിജിലൻസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം SIT ആദ്യം തന്നെ പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ചെയ്യാനാണ്. അങ്ങനെ കിളിമാനൂരിലെ വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, അതിനുശേഷം മുരാരി ബാബുവിൽ തുടങ്ങി A പത്മകുമാറും കടന്ന ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന ആൾ വരെ നീളുന്ന ആ പ്രതിപട്ടികയിൽ ഇപ്പോൾ 4ാമതായിട്ടാണ് ജാമ്യം കിട്ടി ജയിലിന് പുറത്തേക്ക് വരുന്ന 4ാമത്തെ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതും ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതിൽ മുൻപ് ജാമ്യം ലഭിച്ച ഓരോരുത്തർ, മുരാരി ബാബു ആണെങ്കിലും സുധീഷ് കുമാർ ആണെങ്കിലും ശ്രീകുമാർ ആണെങ്കിലും അവർക്കെല്ലാം ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത് കുറ്റപത്രം സമർപ്പിക്കാനുള്ള വൈകൽ തന്നെയാണെന്നുള്ള കാര്യം കൊല്ലം വിജിലൻസ് കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതിഭാഗം അഭിഭാഷകരും സമാനമായ വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. മാത്രമല്ല, ഇനി ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുള്ള പല ചോദ്യങ്ങളും അവിടെ ഉയരുകയും ചെയ്യും. അതിലൊന്നാമത്തെ കാര്യം, നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതികൾ പുറത്തേക്ക് വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഇനിയുള്ള അന്വേഷണം ഏത് വിധത്തിൽ നടക്കും? രണ്ടാമത്തേത്, ED പുറത്തുണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി SITയുടെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും EDയുടെ കണ്ണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേലെയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ പൂർണ്ണ വിവരങ്ങൾ ED ഇതിനോടകം തന്നെ ശേഖരിച്ച് അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും SITയെ സംബന്ധിച്ച് തിരിച്ചടിയാണോ എന്ന് ചോദിച്ചാൽ ഇന്നലെ ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിൽ അത് തിരിച്ചടിയാണെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട, കേരളം അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കൊടുംകൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ ഹൈക്കോടതിക്ക് അറിയാവുന്ന പൊതുജനത്തിന് അറിയാത്ത കുറേയധികം കാര്യങ്ങൾ ഉറപ്പായും ഉണ്ടാകാം. കാര്യം ഈ പറയുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടൊക്കെ പരിശോധിച്ച് ദേവസ്വം ബെഞ്ചിനാണ്. പക്ഷേ പൊതുജനത്തിന് അറിയാവുന്ന കാര്യം ഇപ്പോഴും ഇതിന്റെ തൊണ്ടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ക്രൈമിന്റെ സ്വഭാവം എന്താണ് എന്ന് പോലും ക്ലാരിഫൈ ചെയ്യാൻ SIT കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തൊണ്ട് കിട്ടാത്ത പശ്ചാത്തലത്തിൽ കേസിലെ 1-ാം പ്രതി, ജഗജില്ലയായ 1-ാം പ്രതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കേസന്വേഷണത്തെ ബാധിക്കും അത് എന്നൊരു സാധാരണ ഭക്തൻ സംശയിച്ചാൽ അവനെ പഴിക്കാൻ കഴിയില്ല. ഷഫീദ്, ഉറപ്പായിട്ടും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത്രയധികം കഥമെരഞ്ഞ ആളാണ്. ദേവസ്വം വിജിലൻസ് അന്വേഷണം അത് SITക്ക് കൈമാറുന്നതിനുള്ള ചെറിയ ഗ്യാപ്പിൽ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ പോയി പങ്കജ് ഭണ്ഡാരി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ എന്നിവരൊക്കെ കൂടിക്കാഴ്ച നടത്തി ഈ ക്രൈമിനെ എങ്ങനെ SITക്ക് മുൻപിൽ പ്രതിരോധിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച ശേഷം മടങ്ങിയെത്തിയ SITക്ക് മുൻപിൽ ഹാജരായ വിരുദ്ധൻ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി ഇന്നലെ പറയുകയും ചെയ്തു, അതിസങ്കീർണമാണ് ഈ കേസിന്റെ അന്വേഷണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കുക എളുപ്പമാകില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും BSSൽ ഇപ്പോൾ എടുക്കുന്ന മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് തുടരണം. അതിനുശേഷം ആക്ച്വലി പുറത്തു നിൽക്കുന്ന ശബരിമലയിലെ വിശ്വാസികൾക്കടക്കം അറിയേണ്ട ഒരു കാര്യം, ശബരിമലയിൽ നിന്ന് എത്ര സ്വർണം കൊള്ള ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണം എന്ത് ചെയ്തു, അത് ആരൊക്കെയാണ് അതിനകത്ത് ബെനിഫിഷ്യറി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണം. ഏതായാലും കോടതിയിൽ കൊടുക്കുന്ന കുറ്റപത്രത്തിൽ അക്കാര്യങ്ങളിലൊക്കെ പൂർണ്ണ വ്യക്തത ഉണ്ടാകും. പക്ഷെ അപ്പോഴും SITക്കും കോടതിക്കും മാത്രം അറിയാവുന്ന പല കാര്യങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങി ആ തെളിവടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം കാണിക്കുമോ, അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാധീനം അക്കാര്യത്തിലൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായും ഉണ്ടാകാം. ഹഷ്മി, പോറ്റിക്ക് ഇന്ന് പുറത്തിറങ്ങാമെന്നാണ് വാർത്ത. അതിനിടയിൽ പോറ്റി പുറത്തിറങ്ങിയ ED നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കും എന്ന കാര്യമൊക്കെ കേൾക്കുന്നുണ്ട്. EDയുടെ അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്ന കാര്യം അറിയില്ല. കാര്യം മുരാരി ബാബുവിനും സുധീഷ് കുമാറിനൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിച്ച് ചോദ്യം ചെയ്തെങ്കിലും വളരെ പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് പോയിരുന്നില്ല. അപ്പോൾ പോറ്റിയുടെ കാര്യത്തിൽ മാത്രം അങ്ങനെ പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് പോകുമോ എന്ന കാര്യം അറിയില്ല. സ്വാഭാവിക ജാമ്യം കിട്ടി പോറ്റി പുറത്തിറങ്ങുന്ന പശ്ചാത്തലത്തിൽ പഴയ ഏതോ ചെക്ക് കേസൊക്കെ എടുത്തുകൊണ്ട് വരാൻ ഒരു നീക്കമൊക്കെ നേരത്തെ കേട്ടിരുന്നു. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. ഇനിയും ഈ പറയുന്ന ജാമ്യാപേക്ഷ പരിഗണിച്ച ബെഞ്ചിലേക്ക് അതൊക്കെ വന്നിട്ടുണ്ടോ എന്ന കാര്യം നമുക്കിപ്പോൾ അറിയില്ല. കാര്യം ഒരു 3 ദിവസം മുമ്പ് ഈ ജാമ്യം പോറ്റി കിട്ടേണ്ടതായിരുന്നു. പിന്നീട് അത് വാദം കേൾക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടാണ് ഇന്നത്തേക്ക് അത് മാറ്റിയത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടി ഇപ്പോൾ ജാമ്യം കിട്ടുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമലയിൽ കടന്നു കയറി അവിടെ ഈ പറയുന്ന ദേവസ്വം ബോർഡൊക്കെ ഇരിക്കുക, അവർക്കൊക്കെ മുകളിൽ വലിയ അധികാര കേന്ദ്രമായി വന്നുകൊണ്ട് എന്ത് സകലമാന മര്യാദകളും ആ പവിത്ര ഭൂമിയിൽ കാണിച്ച ഒരു പ്രതിയാണ്. ആ പ്രതി കുറ്റപത്രം സമർപ്പിക്കാത്ത പഴുതിലൂടെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്കിറങ്ങുന്നു. ഏത് രീതിയിലാണ് നേരത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തന്നെ പറഞ്ഞതാണ്, ഈ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്നത് അത് കേസന്വേഷണത്തെ ഇവരുടെ വലിയ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം അടക്കം ഉണ്ട് എന്ന സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്നത് ഏത് രീതിയിലാണ് അന്വേഷണത്തെ ബാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാര്യം ഈ പ്രതികൾ പുറത്തിറങ്ങി കേസന്വേഷണത്തിന്റെ ഇൻവെസ്റ്റിഗേഷന് ഇടപെടും എന്ന് കോടതി ഉത്തരവിൽ തന്നെ എഴുതി വെച്ചതാണ് നേരത്തെ. ആ പ്രതികളാണ് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തുനിന്ന്. ഷഫീദ് തുടർന്ന് ഷഫീദ് ഇവിടെ ഇപ്പോൾ ഈ തന്ത്രി ജാമ്യാപേക്ഷ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്.
തന്ത്രിക്കെതിരെ എന്തായാലും നമ്മൾ റിമാൻഡ് റിപ്പോർട്ടില്ലാത്ത കുറേയധികം കാര്യങ്ങൾ SIT പറയാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ഒന്നാം പ്രതി പുറത്തുപോയി, ഇനി ബാക്കി പ്രതികൾക്ക് ജാമ്യം വളരെ എളുപ്പമാണ്. ഷഫീദ്, ഒന്നാം പ്രതി ഇല്ലെങ്കിൽ ബാക്കി പ്രതികൾക്ക് എന്ത് പ്രസക്തി? ഉറപ്പായിട്ടും കാരണം മുരാരി ബാബുവിന്റെ ജാമ്യം കിട്ടി പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ തന്നെ അക്കാര്യത്തിൽ നമുക്കൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അകത്ത് കിടക്കുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയാം. A. പത്മകുമാർ, അതേപോലെ തന്നെ N. വാസു അടക്കമുള്ള ആളുകൾ, പിന്നീട് പങ്കജ് ഭണ്ഡാരി ഉണ്ട്, അതേപോലെ ഗോവർദ്ധനുണ്ട്. ഗോവർദ്ധനൊക്കെ സുപ്രീം കോടതി വരെ ഈ കേസുമായി ബന്ധപ്പെട്ട പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ കൊള്ള സംഘം എന്ന് പറയപ്പെടുന്ന ആ സംഘം, SIT തന്നെ വിശേഷിപ്പിച്ച ആ സംഘം, ആ തട്ടിപ്പ് സംഘം, അവർ നിസ്സാരക്കാരല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പലതരത്തിലുള്ള ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ SIT സംബന്ധിച്ച് SIT സീൽഡ് കവറിൽ പല കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. ആ സീൽഡ് കവറിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. മാത്രമല്ല ഇതിലെ സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിന്റെ പൂർണ്ണ റിപ്പോർട്ട് കണ്ടിട്ടുള്ളത് ഈ അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരനും കോടതിയും മാത്രമാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ വിവരങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. ഉന്നതരെ കേന്ദ്രീകരിച്ച് ഇപ്പോഴും പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് അടക്കമുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ വിവരശേഖരണം നടത്തണമെന്നൊക്കെയുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോഴും SITക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോഴും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ എൻഡയർ സീരീസിൽ, സ്വർണ്ണക്കുളയുടെ എൻഡയർ സീരീസിൽ ഒരുപക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഈ ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു കുറ്റപത്രം ഇത്രയും വൈകുമെന്നും അതേപോലെ തന്നെ ഈ പ്രതികൾക്ക് ഇങ്ങനെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇതിനോടകം തന്നെ 4 പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം അറസ്റ്റിലായ ഉദ്യോഗസ്ഥനാണ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, അതേപോലെ സുധീഷ് കുമാർ, പിന്നാലെ ശ്രീകുമാർ, അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ മറ്റ് ഈ പ്രതിപട്ടികയിൽ 12-13 പേരുള്ള പ്രതിപട്ടികയിൽ ബാക്കി എല്ലാവർക്കും സ്വാഭാവികമായ ജാമ്യം കുറ്റപത്രം കോടതിക്ക് മുൻപിൽ എത്തിയില്ലെങ്കിൽ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴും പലതരത്തിലുള്ള ചോദ്യങ്ങൾ മറുവശത്ത് ഉയരുന്നുണ്ട്. SITയെ സംബന്ധിച്ച് സങ്കീർണമായിട്ടുള്ള അന്വേഷണം, പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. അവരെന്തൊക്കെ കാര്യങ്ങൾ ആ സീൽഡ് കവറിൽ കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ എൻഡയർ സീരീസിൽ ഒരു ഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണം അന്താരാഷ്ട്ര സ്വർണ്ണക്കൊള്ള എന്നൊക്കെ രീതിയിലേക്ക് ഹൈക്കോടതി തന്നെ വിലയിരുത്തിയതാണ്. സുഭാഷ് കപൂർ മോഡൽ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിന് പിന്നാലെ കാര്യമില്ലെങ്കിലും ഡിണ്ടിഗൽ അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പോയതാണ്. അങ്ങനെ പലതരത്തിൽ പല മാനങ്ങളിൽ അതിന്റെ അന്വേഷണം ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം സംഭവിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ED അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തേക്കാം. പക്ഷേ നിലവിൽ ഇപ്പോൾ SITയെ സംബന്ധിച്ച ഈ കേസിലെ ആദ്യ പ്രതി, മുഖ്യപ്രതി, പ്രധാന ആസൂത്രകൻ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പദ്ധതിയിട്ടയാളെന്നൊക്കെ വിശേഷിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക് വരികയാണ്. നമുക്കറിയാം 2019 ആസൂത്രണത്തിന്റെ ആദ്യ കഥ അത് ഒരുങ്ങുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക പീഠങ്ങളിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളിയും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തീരുമാനിക്കുന്നു. അങ്ങനെ 2019 കാലത്ത് ദേവസ്വം ബോർഡിന്റെ അനുമതി അത് പല വിധത്തിലുള്ള മാനങ്ങളിലൂടെ തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നു, ദേവസ്വം ബോർഡിനെ ഒന്നാകെ സ്വാധീനിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടൻ ജയിൽ മോചിതനാകുമെന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഉടൻ പുറത്തിറങ്ങും ഈ കേസിലെ ഒന്നാം പ്രതി. കേസ് എന്ന് പറഞ്ഞാൽ സാധാരണ കേസല്ല. നേരത്തെ പറയുന്ന പോലെ സാധാരണ ഒരു മോഷണ കേസോ, നേരത്തെ MP രാജേഷ് പറഞ്ഞതുപോലെ ഒരു കുത്തുകേസോ ഒന്നുമല്ല. ഇത് രാജ്യത്തിന് തന്നെ, കേരളത്തിന് മുന്നോട്ടേക്ക് വെക്കാനുള്ള ഒരു അഭിമാന ആരാധനാലയത്തിൽ നടന്ന ഒരു കൊടിയ കൊള്ള. അത് കേവലം സ്വർണ്ണക്കൊള്ള എന്ന് പറയാൻ കഴിയില്ല. ഒരുപാട് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് വലിയ വേദന ഉണ്ടാക്കിയ ഒരു കൊടിയ കൊള്ളയുടെ ആരോപണ വിധേയനായ ഒന്നാം പ്രതി, ആ കേസിൽ ഒന്നാം പ്രതി പോറ്റി സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിലാണ് ആ ജാമ്യം കിട്ടി പുറത്തേക്ക് പോകൽ. താൽക്കാലിക കുറ്റപത്രമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷേ പോറ്റിയെങ്കിലും അകത്ത് കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. അങ്ങനെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്ന അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് ദേവസ്വം ബെഞ്ച് എടുത്തു പറയുന്നു. അതുകൊണ്ട് SITക്ക് ആശ്വസിക്കാമെങ്കിൽ കൂടിയും ഒരു പ്രധാനപ്പെട്ട, കേരളം ഇതുവരെ കാണാത്ത, സമാനതകളില്ലാത്ത ഒരു കേസിലെ ഒരു നൊട്ടോറിയസ് കേസിലെ ഒരു നൊട്ടോറിയസ് പ്രതി, ഒന്നാം പ്രതി ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. സൂര്യഗായത്രി വിവരങ്ങൾ വെച്ചിരുന്നു. സൂര്യ, ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് എപ്പോൾ ലഭ്യമാകും? ഉറപ്പായും ഈ സ്വാഭാവിക ജാമ്യം എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് തന്നെയാണ് പോറ്റിക്ക് പഴുതായത്. സൂര്യ, ഉറപ്പല്ലേ? ഹഷ്മി, തീർച്ചയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കാൻ ഒരു അനുകൂല സാഹചര്യം ഒരുക്കിയത് എന്നത് അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ പറയണം. അത് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഈ കേസിലെ മൂന്നാമത്തെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 4 പേർ ഇതിനോടകം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ സ്വാഭാവിക ജാമ്യം ആദ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് മുരാരി ബാബുവാണ്.
മുൻ അഡ്മിനിസ്ട്രേറ്റിംഗ് ഓഫീസർ മുരാരി ബാബു 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി 2 കേസിലും സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാറും സ്വാഭാവിക ജാമ്യം നേടിയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 43 ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് ശേഷം തെളിവുകളുടെ അഭാവത്തിലാണ് ശ്രീകുമാറിനെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 3ാമത്തെ സ്വാഭാവിക ജാമ്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നത് ഈ കേസിലെ സുപ്രധാന പ്രതിയായിട്ട് SIT തന്നെ പറയുന്ന വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 1ാം പ്രതിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാന ആസൂത്രകൻ എന്ന് SIT തന്നെ പറയുന്ന വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞതുപോലെ ഈ പ്രതികൾ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കേസിനെ അങ്ങനെ അന്വേഷണത്തെ ബാധിക്കില്ല എന്നുള്ള നിരീക്ഷണം ഹൈക്കോടതി പറയുമ്പോഴും രാഷ്ട്രീയമായിട്ട് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ കാണുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭയുടെ സാഹചര്യം എന്താണെന്ന്. സഭയ്ക്കകത്തും പുറത്തുമൊക്കെ സ്വർണ്ണക്കൊള്ള വിഷയം ആളിക്കത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തും സ്വർണ്ണക്കൊള്ള വിഷയം തന്നെയായിരിക്കും സജീവമായിട്ട് സർക്കാരിനെതിരെ നിലനിൽക്കുന്ന വിഷയം. ഈ പ്രതികൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ഇന്നിപ്പോൾ ജയിൽ മോചിതനാകുമ്പോൾ അത് വലിയ വിമർശനങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങൾക്കും സംസ്ഥാനത്ത് വഴിവെക്കും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. എന്തായാലും എന്തുകൊണ്ടാണ് കുറ്റപത്രം SITക്ക് സമർപ്പിക്കാൻ ഇത്രയും കാലതാമസം എന്നുള്ള ചോദ്യം തന്നെയായിരിക്കും പൊതുവായിട്ടും ഉയരുക. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ആ ചോദ്യം ഉയർത്തുകയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ആ കുറ്റപത്രം സമർപ്പിക്കാൻ എടുക്കുന്ന ഈ കാലതാമസം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും വ്യവസ്ഥകളോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം അനുവദിക്കുക. സ്വാഭാവിക ജാമ്യം അനുവദിക്കുന്ന ഏതൊരാൾക്കും അത്തരത്തിൽ വ്യവസ്ഥകൾ ഉണ്ടാകും. ആ വ്യവസ്ഥകൾ സംബന്ധിച്ചും കൃത്യമായിട്ടൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വ്യവസ്ഥകൾ പോലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന സമയത്ത് ഹാജരാകുക, സംസ്ഥാനം വിട്ടു പോകാതിരിക്കുക, ഈ കേസുമായി ബന്ധപ്പെട്ട ജില്ല പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കാതിരിക്കുക ഉൾപ്പെടെയുള്ള ഉപാധികളോടെ ആയിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം അനുവദിച്ചിട്ടുണ്ടാകുക. ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്രയും സജീവമായിട്ട് നിൽക്കുന്ന വിഷയം അത് വരും ദിവസങ്ങളിലും വലിയ വിമർശനങ്ങൾക്ക് സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കാൻ പോകുന്ന വിഷയം തന്നെയാണ്. സ്വർണ്ണക്കൊള്ള എന്ന കാര്യത്തിൽ സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ്. ഹാഷ്മി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണ്ണ കേസിലെ മുഖ്യപ്രതി, 1ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ജയിലിന് പുറത്തേക്ക് 2 കേസുകളിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കട്ടിളപ്പാളി കേസിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വൈകുന്നേരത്തോടെ ജയിലിന് പുറത്തെത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലുണ്ട്. രാഹുൽ ഈശ്വർ മുഖ്യപ്രതിയാണ്. ഈ 2 കേസുകളിലെയും മുഖ്യപ്രതിയാണ്. 1ാം പ്രതി എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പ്രതിപക്ഷം ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ആശങ്കകൾ ഈ കാര്യത്തിലൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ? ഇന്നലത്തെ ഹൈക്കോടതി നിരീക്ഷണം താങ്കൾക്ക് അറിയാമല്ലോ. ഹൈക്കോടതി നിരീക്ഷണം SIT അന്വേഷണ സംഘത്തിന് അനുകൂലമാണെന്ന് മാത്രമല്ല, ഹൈക്കോടതി പറയുന്നത് അങ്ങനെ ജാമ്യം കിട്ടിയാലും കുഴപ്പമില്ല, ഇതിന്റെ ആൾക്കാരെ കൃത്യമായി ട്രാക്ക് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പം ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറിനെ പോലെ, ജസ്റ്റിസ് ജയകുമാർ സാറിനെ പോലുള്ള പ്രഗത്ഭരായ ആൾക്കാർ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയാണ് വേണ്ടത്. ചെറിയൊരു സ്വരം വ്യത്യാസപ്പെടുത്തിയാണ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ കാര്യങ്ങൾ പറയുന്നുള്ള സത്യമാണ്. പക്ഷേ ഇനിയും കുറ്റപത്രം സമർപ്പിക്കുക, മാർച്ച് ആദ്യവാരത്തോടുകൂടി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളതാണ് പത്രമാധ്യമങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. വിഷയം പ്രധാനമാണ്. സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എത്ര നഷ്ടപ്പെട്ടു, എവിടെ നഷ്ടപ്പെട്ടു, എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന ചോദ്യങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കമുള്ള കാര്യങ്ങളിൽ വരികയാണ്. അപ്പൊ ഇതിൽ ഈ കേസിൽ യഥാർത്ഥത്തിൽ ഒരു ഡീഫോക്കസ് ഉണ്ടായിട്ടുണ്ട്. കേസിന്റെ ഫോക്കസ് ഡിസംബർ 4-5 തീയതികൾക്ക് ശേഷം നഷ്ടപ്പെടുകയും അനാവശ്യമായി തന്ത്രി അടക്കം ഇതിലേക്ക് വലിച്ചുകൊണ്ട് വരികയും ഒക്കെ ചെയ്തതുകൊണ്ട് കേസിന്റെ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ വരുമെന്നറിയില്ല. ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയത് കേസിനെ ബാധിക്കില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടി താങ്കളെ അറിയിക്കുകയാണ്. തന്ത്രിയെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് 14 ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി. ഓൺലൈനിലൂടെ അദ്ദേഹത്തെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്.
അതെ, തന്ത്രിയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ച കാര്യങ്ങളിലൊന്നും തന്ത്രിക്കെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ട് വളരെ വീക്കാണ്. അനുജ്ഞ മേടിച്ചില്ല, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധിയുടെ 81-ാം പേജിൽ അദ്ദേഹം എടുത്തെഴുതുന്നുണ്ട് തന്ത്രിയെ അനുകൂലമായ പരാമർശങ്ങൾ. അതായത് അവസാനത്തെ ഹൈക്കോടതി ഹിയറിംഗിൽ ജസ്റ്റിസ് സിംഗിൾ ബെഞ്ചിന് തന്ത്രിക്ക് അനുകൂലമായ പരാമർശങ്ങളുമുണ്ട്. എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഈ കേസ് വളരെ സങ്കീർണമാണ്, കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു കേസാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്, കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശരി, പക്ഷേ ഈ തന്ത്രിയുടെ ഇപ്പോൾ ഇന്ന് വന്ന ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയൊക്കെ ED പിടിമുറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ മറ്റൊരു കാര്യമുള്ളത്, തിരുവല്ലയിൽ ഒരു ഫിനാൻസ് സ്ഥാപനം, അടച്ചുപൂട്ടിയ സ്ഥാപനമാണ്. അതിന്റെ ഒരു കാര്യം കൂടെ പറയട്ടെ. തന്ത്രിയുടെ അവിടെ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട്, 2.5 കോടി രൂപയൊക്കെ നിക്ഷേപമുണ്ട്. അവരത് കാറ്റഗറിക്കലി നിഷേധിക്കുകയാണ്. അതിന്റെ ഔദ്യോഗികമായിട്ടൊരു റെസ്പോൺസ് വരും. പക്ഷേ എന്നോട് പറഞ്ഞ, ഞാൻ ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചിരുന്നു, അങ്ങനെ തന്ത്രി 2.5 കോടി അവിടെ നിക്ഷേപിച്ചിട്ടില്ല എന്ന് ആണ് കാറ്റഗറിക്കലി ഇവർ പറയുന്നത്. 2, എനിക്കറിയില്ല, കാര്യം അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ജയിലിനുള്ളിലല്ലേ. പക്ഷേ തന്ത്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കേസുമായിട്ട് എന്താ ബന്ധം? മുഖ്യ കേസുമായിട്ട് ഒരു ബന്ധവുമില്ല. അല്ല, ഈ അനധികൃത സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ. 2.5 കോടി രൂപ നിക്ഷേപിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതൊരു ചെറിയ തുകയല്ലല്ലോ. അത്രയും തുക നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം അതിൽ ഒരു തരത്തിലും അദ്ദേഹത്തിന് ഒരു ആശങ്കയോ അതേക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. നമുക്കതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അതിലൊക്കെ അന്വേഷണം നടക്കട്ടെ. പറഞ്ഞോട്ടെ, 20 or 25 വർഷമായിട്ട് ഒരാൾ സമ്പാദിച്ച കാശായി കൂടെ അത്. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാത്തതുകൊണ്ടാണ് ഡീറ്റെയിൽസ് കമ്മിറ്റ് ചെയ്ത് പറയാത്തത്. 2, ഏത് രീതിയിലാണ് ഈ കേസുമായിട്ട് ബന്ധം? 2, അദ്ദേഹവും ഒരു പ്രത്യേക ഒരു സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മധ്യ തിരുവിതാംകൂറിലെ സ്ഥാപനമുണ്ട്. അവർ തമ്മിൽ ഇത് തിരിച്ചു വന്നാൽ തിരിച്ചു കൊടുക്കുമെന്നോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമല്ല. അപ്പം തന്ത്രിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, SIT പോലും തന്ത്രിക്ക് 1 രൂപയുടെ പണമിടപാടുണ്ടെന്ന് പറയുന്നില്ല. അത് നമ്മൾ മറക്കരുത്. SIT പോലും പറയുന്ന 3 ഗ്രൗണ്ട്സ്: 1, ദേവന്റെ അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല; 2, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല; 3, വാജിവാഹനമാണ്. വാജിവാഹനത്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 5ാം റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ടായി കുറുപ്പ് സാർ എന്ന അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം വാജിവാഹനം എന്നുള്ളതൊരു കള്ളക്കഥയായിരുന്നു ഇന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പം വീണ്ടും തന്ത്രിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ചെയ്യരുത്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. കാര്യം തന്ത്രി വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്, ദേവന്റെ പിതാവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.